അപ്പം നമുക്കിന്ന് ചൂര വെച്ചൊരു പാൽക്കറി ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചൂര പാൽക്കറി വെക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് കടുക്, അതുകൊണ്ട് തന്നെ ഉലുവ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുകൊണ്ട് തന്നെ കൊച്ചുള്ളിയും ഇത്തിരി സവോളയും, ഇത് ചതയ്ക്കുന്നതൊക്കെ നല്ലത് ഈ ഒരു കറിക്ക് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുന്നതിനാണ്. നമ്മുടെ ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങ് മൂത്ത് വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ മുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി അങ്ങ് വെള്ള കളർ ഇരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി. എന്നിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പുളിക്കായിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ തോടുപുളിയില്ലേ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നമുക്ക് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ പരുവം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മുടെ ചോറിൻ്റെ കൂട്ടൊക്കെ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറികളും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് തോടുപുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് എത്ര പുളി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് പുളി കൂടുതൽ വേണമെങ്കിലും കുറവ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതാണ്. ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലും വെള്ളം കൂടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇന്നലെ നല്ല ചൂര കിട്ടി, നല്ല പച്ച ചൂരയായിരുന്നു. അപ്പം ഇത് ചൂര, ഈ കറിക്ക് നമുക്ക് ചൂര, അതുകൊണ്ട് തന്നെ നമ്മുടെ നെയ്മീൻ ഇതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചൂരയുടെ കഷ്ണങ്ങളൊക്കെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയിരുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇത് ഒരുപാട് അങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇതിനിടെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ പുളി വേണമെങ്കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചായതുകൊണ്ട് ഇത് വീണ്ടും ഇരുന്ന് കുറുകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വീണ്ടും ഇതിന് കടുവൊന്നും വറക്കുന്നില്ല, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ചൂര പാൽ കറിയാണിത്. നമ്മുടെ ഈ ഒരു ചൂര പാൽക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.